ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, അനുദിന ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മുടെ അന്ത്യത്തിലേക്ക് നാം നയിക്കപ്പെടുകയാണ് എന്ന് ഓർക്കണം. ഈ കാലഘട്ടം അനീതിയുടെയും അക്രമത്തിൻ്റെയും തിന്മപ്രവൃത്തികളുടെയും അരാജകത്വത്തിൻ്റെയും ഒക്കെ അവസ്ഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ദൈവവചനം പറയുന്നത് നാം നന്മയുടെ മാർഗത്തിലേക്ക് ഈ അവസ്ഥയിൽ നയിക്കപ്പെടണം, സ്വയം ശുദ്ധീകരിക്കണം. ആയതിനാൽ ഇന്ന് നിങ്ങളോട് 2 വേദവാക്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേൾക്കുകയും ഉൾക്കൊള്ളുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്കൊരു നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. വെളിപ്പാട് പുസ്തകം 22:11-12 പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഈ തിരുവചനം പറയുന്നത് നമ്മെ തന്നെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നയിക്കണം. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പ്രകാശമയമായ ജീവിതം നയിപ്പാൻ തക്കണം നാം പ്രാപ്തനാക്കണം. പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ദൈവീയ സ്നേഹത്തിലും ദൈവീയ ഭക്തിയിലും നമ്മുടെ ജീവിതം നയിക്കണം. അപ്രകാരം തന്നെ ദാനിയേൽ പ്രവചനത്തിൻ്റെ 12:10 പറയുന്നുണ്ട്, അന്ത്യകാലത്ത് പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. ഇതാണ് സത്യം. ദുഷ്ടപ്രവർത്തി ചെയ്യുന്നവർക്ക് അത് മനസ്സിലാകുകയില്ല. അവരുടെ ജീവിതാന്ത്യം വളരെ ഭയാനകമായിരിക്കും. അവരുടെ ഇഹത്തിലെ ജീവിതത്തിന് ശേഷം ഒരു നിത്യ നാശത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കും. പലരും അത് കേട്ട് ചിരിക്കാറുണ്ട്, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. ആയതിനാൽ ഇഹത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ അറിഞ്ഞ് ദൈവഹിതത്തിനനുസൃതമായി ജീവിച്ചാൽ നമ്മുടെ അനന്ത ജീവിതം നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. അത് ദൈവത്താൽ നൽകുന്ന വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ നാം ഓരോരുത്തരും ഉൾക്കൊള്ളണം. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.